ഹലോ, ഇന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പരിപ്പുവടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എന്തായാലും മഴയൊക്കെ പെയ്യല്ലേ, അപ്പോൾ ഒരു പരിപ്പുവടയും കട്ടൻ ചായയും കഴിക്കാമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കാം. കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി പ്രത്യേകിച്ച് പരിപ്പൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട. നമ്മുടെ കറിക്കൊക്കെ വാങ്ങിക്കുന്ന പരിപ്പില്ലേ, അത് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ ഇട്ടൊന്ന് കഴുകി വാരിയെടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോകാനായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. പരിപ്പിൻ്റെ വെള്ളമൊക്കെ പോയി വരുമ്പോഴത്തേക്കും നമുക്കൊരു സവാള എടുക്കാം കേട്ടോ. അതുപോലെ പച്ചമുളക് എടുക്കാം. ഇത്രയും സവാള വേണ്ടാത്തവർ എടുക്കണ്ട. സവാളയുടെ ചുവ ഇഷ്ടമല്ലാത്തവർ ഇത്ര എടുക്കണമെന്നില്ല കേട്ടോ. പിന്നെ 2 വറ്റൽമുളകും 2 വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വെള്ളം പോകാനായിട്ട് എടുത്തു വെച്ച പരിപ്പില്ലേ, അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ പരിപ്പ് ഒരുപാടൊന്നും അരഞ്ഞു പോകണ്ട കേട്ടോ. ഒരുപാട് അരയാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു പാകത്തിന് അരച്ച് കിട്ടിയാൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടുക. നമുക്കൊന്ന് പതിയെ പരത്തിയെടുക്കാൻ പാകത്തിന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതങ്ങനെ അരച്ചെടുക്കുന്നത്. ഇനി നമ്മുടെ അരപ്പ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും അതുപോലെ സവാളയും കൂടി ഇട്ടതിന് ശേഷം ലേശം ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഒരുപാട് ഉപ്പൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് കൂടിപ്പോവേ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ബോളുകളാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ പരിപ്പുവടയൊക്കെ ഇല്ലേ, ആ ഒരു ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. അതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പതിയെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അങ്ങനെ ഓരോന്നും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. അതിന് ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനെല്ലാം തന്നെ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. പാൻ നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയും നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം പരിപ്പുവട അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതിയേ. ഇതിപ്പോൾ ഇതാ ഞാൻ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും പരത്തി വെച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് ഒരുപാട് ഫ്ലെയിമൊന്നും കൂട്ടിയിടരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നാലാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പതിയെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശമൊക്കെ ഒരു സൈഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നും നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടി വെന്ത് കഴിയുമ്പോൾ നമുക്ക് വാരിയെടുക്കാം. ഇപ്പോൾ ഇതാ 2 സൈഡും വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വാരിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പരത്തി വെച്ച് ഓരോന്നും ഇത് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് എല്ലാം തന്നെ. ഈ മഴയൊക്കെ പെയ്യണ സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾ നല്ലപോലെ കഴിക്കുകയും ചെയ്യും. ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനമല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സവാള അധികം വേണ്ടാത്തവർ അധികം ഉപയോഗിക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.